ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രില്ലിംഗ് സീരിയൽ. ഞാനിന്നിവിടെ പാടാത്ത പെങ്കിളി സീരിയലിലെ 12 ഡിസംബർ 2020, അതായത് നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഏഷ്യാനെറ്റ് സീരിയൽ റിവ്യൂസ് പതിവായി ലഭിക്കുന്നതിന് വേണ്ടി ത്രില്ലിംഗ് സീരിയൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ദേവ മധുരിമയെ ആട്ടി അകറ്റിയതും മധുരിമ നൽകിയ ഗിഫ്റ്റുകളെല്ലാം തിരിച്ചു നൽകി മധുരിമയുടെ ഓർമ്മകൾ പോലും ഇല്ലാതാക്കിയതും ഒക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ബർത്ത്ഡേ എല്ലാവരും ഗംഭീരമായി ആഘോഷമാക്കിയതും കൺമണി ഉണ്ടാക്കിയ അടിപൊളി കേക്കും പിന്നെ സുശീലാമ്മ മനസ്സോടെയാണെങ്കിലും കൺമണിയുടെ കേക്ക് നന്നായി എന്ന് പറഞ്ഞതും ഒക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. അങ്ങനെ സന്തോഷത്തോടെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ പോയി കഴിഞ്ഞ് ദേവ സ്വന്തം മുറിയിലേക്ക് പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൺമണിയും കിടക്കാനായി വന്നു. കൺമണി നാണത്തോടെ ദേവയുടെ അടുത്തേക്ക് പോവുകയാണ്. ദേവയുടെ കള്ള നോട്ടം കണ്ട് കൺമണി ചോദിക്കുന്നു, എന്താ സാർ ഇങ്ങനെ നോക്കുന്നത്? അല്ലടോ, എന്നാലും ഇത്രയും വലിയൊരു സർപ്രൈസ് ഒരുക്കിയിട്ട് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ താൻ. അത് സാർ, ഞാനായിട്ട് അമ്മ ഒരുക്കിയ സർപ്രൈസ് പൊളിക്കണ്ടെന്ന് വെച്ചു, അതാ പറയാഞ്ഞത്. അപ്പോൾ ദേവ പറയുവാണ്, എന്തായാലും താനുണ്ടാക്കിയ കേക്ക് അടിപൊളിയായിരുന്നു, എന്നാലും ഇത്രയും വലിയ സർപ്രൈസ് ഒക്കെ തനിക്ക് ഒളിപ്പിക്കാൻ പറ്റുമല്ലോ എന്ന് ചോദിക്കുകയാണ്. അല്ല, തനിക്ക് കേക്ക് ഉണ്ടാക്കാനൊക്കെ അറിയുമോ? അപ്പോൾ കൺമണി പറയുവാണ്, അത് സാർ, ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചതാ. അപ്പോൾ ദേവ പറയുന്നു, എന്തായാലും കേക്ക് അടിപൊളിയായിരുന്നു. കൺമണി ഒരു പുഞ്ചിരിയുടെ ദേവയോട് പറയുന്നു, ഞാൻ മറ്റൊരു സർപ്രൈസ് കൂടി സാറിന് ഒരുക്കിയിട്ടുണ്ട്. അതെന്തെന്ന് പറഞ്ഞാൽ സാറിന് ഭയങ്കരമായിട്ട് സന്തോഷമാകും. അപ്പോൾ ദേവ ചോദിക്കുന്നു, ആഹാ, അത്ര വലിയ സർപ്രൈസോ? എന്നാ അത് ഒന്നറിയണമല്ലോ. അപ്പോൾ കൺമണി തൻ്റെ ഡയറിയിൽ സൂക്ഷിച്ചിരുന്ന പേപ്പർ എടുത്ത് ദേവയുടെ കയ്യിൽ കൊടുത്തിട്ട്, ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു സാർ, സാറിൻ്റെ അന്തസ്സിനനുസരിച്ച് എനിക്കും ഉയരണം. ഇത് കേൾക്കുന്ന ദേവയ്ക്ക് സന്തോഷമാകുന്നു. പിറ്റേന്ന് രാവിലെ രേണുകേച്ചി വന്നപ്പോൾ കൺമണിയോട് ബർത്ത്ഡേ പാർട്ടിയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നു. കൺമണി ബർത്ത്ഡേയെക്കുറിച്ചും കേക്ക് ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഒക്കെ പറയുന്നു. അപ്പോൾ രേണുകേച്ചി, നീ ഉണ്ടാക്കിയ കേക്ക് എനിക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പോൾ കൺമണി ഫ്രിഡ്ജിൽ നിന്നും രേണുകേച്ചിക്കായി മാറ്റിവെച്ച കേക്ക് നൽകുന്നു. രേണുകേച്ചി കേക്ക് കഴിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെ പറയുന്നു. കൺമണി രാവിലെ തന്നെ എല്ലാവർക്കും ചായയുമായി പോകുന്നു. സുശീലാമ്മയ്ക്ക് ചായ കൊടുക്കുമ്പോൾ, നീ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് സുശീലാമ്മ ചായ തട്ടിത്തെറിപ്പിക്കുന്നു. കൺമണി തറയിൽ നിന്ന് ഗ്ലാസ് ചില്ല് പെറുക്കിയെടുക്കുമ്പോൾ ചില്ല് കൊണ്ട് മുറിയുന്നു. ദേവ ഇത് കാണുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ ദേവ കൺമണിയുടെ കൈ വാഷ് ചെയ്യിക്കുന്നു. എന്നിട്ട് ചില്ല് പറക്കാൻ സഹായിക്കുന്നു. പിന്നീട് സുശീലാമ്മ പടിയിൽ നിന്നും കാല് സ്ലിപ്പായി വീഴുന്നു. സുശീലാമ്മ ഉറക്കെ വിളിച്ചു കരയുന്നു. എന്നാൽ ഏട്ടത്തിമാരൊന്നും വരുന്നില്ല, കൺമണി മാത്രമേ വരുന്നുള്ളൂ. കൺമണി ഓടിയെത്തി സുശീലാമ്മ എണീപ്പിച്ചിരുത്തി കാല് വേദന കൊണ്ട് കരയുന്ന സുശീലാമ്മ, അയ്യോ എൻ്റെ കാല് വേദനിക്കുന്നേ എന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. കൺമണി സുശീലാമ്മയുടെ കാല് തടവി കൊടുക്കുന്നു. കൺമണി തടവുമ്പോൾ സുശീലാമ്മയ്ക്ക് ആശ്വാസം കിട്ടുന്നു. സുശീലാമ്മയ്ക്ക് കൺമണിയോട് ചെറുതായി സ്നേഹം തോന്നി തുടങ്ങുകയാണ്. പിന്നീട് സുശീലാമ്മയുടെ എല്ലാ കാര്യങ്ങളും കൺമണി തന്നെ ചെയ്തു തുടങ്ങുന്നു. കൺമണി ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ സുശീലാമ്മ കഴിച്ചു തുടങ്ങുന്നു. അകമേ കൺമണിയോട് ഇഷ്ടം തുടങ്ങിയെങ്കിലും പുറമേ സുശീലാമ്മ അത് തുറന്നു കാണിക്കുന്നില്ല. സുശീലാമ്മയുടെ ഈ മാറ്റത്തിൽ ആനന്ദമേനോനും ദേവയും അവന്തികയും ഒക്കെ സന്തോഷിക്കുന്നു. നമ്മുടെ അനന്യയും സ്വപ്നയും കുഴിത്തിരുമ്പുണ്ടാക്കാനായിട്ട് സുശീലാമ്മയുടെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് ഫലിക്കാതെ വരുന്നു. അങ്ങനെ രണ്ടുപേരും ഭരത്തിനെ കൂട്ടുപിടിച്ച് കൺമണിക്കെതിരെ ഗൂഢനീക്കം നടത്താനായിട്ട് ആലോചിക്കുന്നു. അങ്ങനെ സ്വപ്നയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി അവിടുന്ന് അവർ തരുന്ന ഒരു സമ്മാനം വാങ്ങി തിരിച്ചു വരണമെന്ന് സ്വപ്നയും അനന്യയും കൂടെ കൺമണിയോട് പറയുവാണ്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയില്ല സ്വപ്നേച്ചി, ഞാൻ രേണുകേച്ചിയെ കൂട്ടി പോകാമെന്ന് കൺമണി പറയുന്നു. എന്നാൽ വേണ്ട, നീ ഒറ്റയ്ക്ക് പോയാൽ മതി. രേണുക ഇവിടുത്തെ വേലക്കാരിയല്ലേ, വേലക്കാരി എൻ്റെ കൂട്ടുകാരി ഇവിടെ വീട്ടിലേക്ക് അയക്കുന്നത് എനിക്ക് നാണക്കേടാ എന്ന് സ്വപ്ന പറയുന്നു. നിനക്ക് ഞാൻ വഴിയൊക്കെ കൃത്യമായി പറഞ്ഞു തരാം എന്നും പറയുന്നു. ഞാൻ സാറിനോട് പറഞ്ഞിട്ട് പോകാമെന്ന് കൺമണി പറയുന്നു എന്ന് പറഞ്ഞ് കൺമണി ഫോൺ എടുക്കുന്നു ദേവയെ വിളിക്കാനായിട്ട്. പക്ഷെ അനന്യ പറയുന്നു, വേണ്ട, ദേവ അറിഞ്ഞാൽ പറയും പോണ്ടാന്ന്. അവനിപ്പോൾ പഴയ പോലെയൊന്നും അല്ലല്ലോ, ഒരുപാട് മാറിയില്ലേ. അങ്ങനെ കൺമണി ഒറ്റയ്ക്ക് പോകാൻ ഒരുങ്ങുന്നു. കൺമണി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ചേട്ടത്തിമാർ ഭരത്തിനെ വിളിച്ച് കൺമണി വീട്ടിൽ നിന്നും ഇറങ്ങിയെന്ന് പറയുന്നു. അങ്ങനെ കൺമണി നടന്ന് വഴി അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ദേവ കൺമണിയുടെ ഫോണിൽ വിളിക്കുന്നു. പക്ഷേ ചേട്ടത്തിമാർ പറഞ്ഞതനുസരിച്ച് കൺമണി ഫോൺ എടുക്കുന്നില്ല, ദേവയുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അവസാനം കൺമണി സ്വപ്ന പറഞ്ഞ് വീട്ടിലെത്തുന്നു. വീട്ടിലുള്ളവർ കൺമണിയെ വീട്ടിനുള്ളിലേക്ക് ക്ഷണിക്കുന്നു. സ്വപ്നേച്ചി പറഞ്ഞിട്ട് വന്നതാ എന്ന് കൺമണി അവരോട് പറയുന്നു. സാധനം ഇപ്പോൾ തരാമെന്നും സ്വപ്നയുടെ അനിയത്തിയല്ലേ, വെള്ളം കുടിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് കൺമണിക്ക് ജ്യൂസ് കൊടുക്കുന്നു. ജ്യൂസിൽ മയങ്ങാനുള്ള പൊടി കലർത്തുന്നുണ്ട്. ജ്യൂസ് വേണ്ട, പെട്ടെന്ന് പോകണമെന്ന് കൺമണി പറയുന്നുണ്ടെങ്കിലും അവർ നിർബന്ധിച്ച് ജ്യൂസ് കുടിപ്പിക്കുന്നു. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞിട്ടും കൺമണി പെട്ടെന്ന് പോകണം എന്ന് അവരോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സാധനം കൊടുക്കാൻ തയ്യാറാകാതെ കൺമണിയോട് അവർ കുശലം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അധികം വൈകാതെ തന്നെ കൺമണി മയങ്ങി വീഴുന്നു.
മയങ്ങി വീഴുന്ന കൺമണിയെ അവർ ഒരു കട്ടിലിൽ കിടത്തുന്നു. എന്നിട്ട് ഭരത്തിനെ വിളിച്ച് കാര്യം പറയുന്നു. ഒട്ടും വൈകാതെ തന്നെ ഭരത് കൂട്ടുകാരുമായി അവിടെ എത്തുന്നു. മയങ്ങിക്കിടക്കുന്ന കൺമണിയെ കണ്ട് ഭരത്, എടീ, ഈ ഭരത് നിന്നെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിരിക്കും എന്ന് പറയുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.